അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആനിൽ അമ്പിയാക്കന്മാരെ ചരിത്ര ചൊന്നതിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിവരിച്ചു. ആറാമത്തെ നബി മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ ഞങ്ങൾ ചരിത്ര ചൊല്ലുമ്പോഴത്തേക്ക് ചൊന്നുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ ഹയാത്ത് കാലത്ത് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ മോൻ ഇസ്മായിൽ നബി മക്കത്തിൽ നബിയായിട്ടുണ്ട്. പിന്നെ ഇസ്ഹാഖ് നബി ഷാം ചൊല്ല ആ ഏരിയത്തിൽ നബിയായിട്ടുണ്ട്. അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ സഹോദരന്റെ മോനായിട്ട് ലൂത്ത് നബിയും നബിയായിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ ലൂത്ത് നബി അലൈഹി സ്വലാമുടെ വിഷയമായിട്ട് ചൊല്ലത്. ലൂത്ത് നബി അലൈഹി സ്വലാം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഹിജ്റ പോകുമ്പോൾ ഒട്ടുക്ക് പോയാളായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ബാബിലോണിൽ നിന്ന് ഹറാന് പോയിട്ട് ഹറാന്റെ ഫലസ്തീനിൽ പോയിട്ട് ഫലസ്തീൻ്റെ ഈജിപ്ത് പോയിട്ട് ഈജിപ്തിന്റെ ഫലസ്തീനിലേക്ക് വന്നത്. അപ്പൊ ഈ ഫലസ്തീനിൽ നിന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ ഒട്ടുകുന്ന ആളായിട്ട് ലൂത്ത് നബി അള്ളാഹു നബിയും റസൂലുമായി കടത്തിയത് സദൂം ചൊല്ല റായത്ത് കയറ്റിക്കത്. ഫലസ്തീനിലെ മൂത്തഫിക്കാത്ത് ചൊല്ല ഏരിയത്തിൽ നിന്ന് സദൂം ചൊല്ല റായത്ത് കയറ്റിക്കത് അള്ളാഹു നബിയും റസൂലുമായി കടത്തി. ആ റായത്ത് ആളുമാര് സ്വഭാവം മോശമായിട്ടുണ്ട്. ഒന്ന് അങ്ങ വിശ്വാസികളല്ല, ശരിയായ ഞങ്ങൾ ഈമാനില്ല. രണ്ട് തമ്മാടികളായിട്ട്. മൂന്ന് കവർച്ച, പിന്നെ അങ്ങനെ സ്വത്ത് വലിച്ചെടുക്കല്, പിന്നെ ആൾക്ക് അക്രമാക്കല്. അതുപോലെ ഏറ്റവും മോശമായത് ഞങ്ങളത് സ്വർഗരതിയും ചൊല്ലത്, അതായത് അത് പതിവാക്കിയ കൂട്ടറായിട്ട് ഈ ആൺമക്കളെ കൊണ്ട് സുഖിക്കണേ എന്നുള്ളത്. അപ്പൊ നല്ല ചന്തവും ഭംഗിയുള്ള ആൺമക്കളെ കണ്ട് സുഖിക്കലേക്കത്തെ ഈ മോശ സ്വഭാവം ഇന്ന് ആൾമാറായിട്ട് അങ്ങനത്തെ ഒരു നീചന്മാരായിട്ട് ഇന്നത് സദൂമറായത്തിന് അവിടെ കായിട്ടിട്ട് മഹാനായ ലൂത്ത് നബി അലൈഹി ഇസ്ലാം അങ്ങനെ വിളിക്കവും വേനായി, അങ്ങനെ നേർമാർഗത്ത് വിളിക്കവും ഇസ്ലാം ചെന്നു കൊടുക്കുകയും വേനായി മഹാനായ ലൂത്ത് നബി അലൈഹി ഇസ്ലാം കൊണ്ട്. ലൂത്ത് നബി അലൈഹി ഇസ്ലാം പോയിട്ട് അങ്ങനെട്ടിയ വിളിക്കരുത്, പക്ഷെ അങ്ങാറും സ്വീകരിക്കില്ല. അങ്ങ് ലാസ്റ്റ് കഴിഞ്ഞാൽ ഉടെ റായത്തെ ഓടുവാട്ടുവാൻ ചൊന്നാറ്, അള്ളാഹുടെ ശിക്ഷയിൽ നിന്ന് കൊണ്ടുപോകാൻ ചൊന്നാറ്. ഇങ്ങനെയൊക്കെ ദ്വാരന്ന് അങ്ങ് ചൊന്നാറ്. മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാം അള്ളാഹുടെ സഹായം കേട്ടു. ജിബിരിയിൽ, മീക്കായിൽ, ഇസ്രാഫിൽ എന്നീ മലക്കുകളെ ഇറങ്ങി വന്നാർ. അപ്പൊ ഇങ്ങൊക്കെ എന്താക്കുന്നത്, ഈ മൂന്ന് മലക്കുങ്ങ വന്നത് ചന്തത്തെ ആൺമക്കളുടെ രൂപത്തിലായിട്ട് വന്നത്. രാത്രി സമയത്തായിട്ട് ജാവ് നേരത്തായിട്ട് ലൂത്ത് നബി അലൈഹി ഇസ്ലാമുടെ ഔത്തികത്തിൽ. അപ്പൊ ലൂത്ത് നബി അലൈഹി ഇസ്ലാമുടെ പെഞ്ഞായിമാരിൽ ലൂത്ത് നബി അലൈഹി ഇസ്ലാമുടെ ഒരു ഭാര്യ, ഒരു പെഞ്ഞായി ശത്രുക്കളെ സഹായിയായിട്ടുണ്ട്. എന്തൊരു ഇൻഫർമേഷനും ശത്രുക്കൾക്ക് കൊടുക്കണ പെണ്ണിങ്ങായിട്ടുണ്ട്. അയിമ ശരിയായ ഈമാൻ അവൾക്കില്ല. അപ്പൊ ഈ ലൂത്ത് നബി അലൈഹി സ്വലാമുടെ ഔത്തുക്ക് ചന്തത്തെ ഈ മാൺമക്ക വന്നപ്പോ അവള് കൊത്തില്ലല്ലേ ഇത് മലക്കിങ്ങണ്ട്. അപ്പൊ മലക്കിങ്ങ മക്കളെ രൂപത്തിലായിട്ട് വന്നത്. അപ്പൊ ഒരു ന്യൂസ് കൊടുത്താൽ ശത്രുക്കൾക്ക് നല്ല ഭംഗിയുള്ള ആൺമക്കളെ വന്നിടത്. അങ്ങെല്ലാവരും ലൂത്ത് നബി അലൈഹി സ്വലാമുടെ അവിടെ എത്തിയത്. ലൂത്ത് നബി അലൈഹി സ്വലാം ലൂത്ത് നബിക്ക് അവിടെ ഔത്തുക്ക് ബിരുദർ വന്ന പോലെ ആയിട്ട് വന്നത്. അപ്പൊ ലൂത്ത് നബി അലൈഹി സ്വലാമുടെ ഈ ഔത്തുക്ക് വന്ന് ഇങ്ങനെ ഉപദ്രാക്കുക അങ്ങ് നോക്കിയത്. ലൂത്ത് നബി അലൈഹി സ്വലാം എത്ര അങ്ങനെ തടയൊക്കെ പേനായി നോക്കിത്തു. നിങ്ങൾക്ക് പെൺമക്കളെ കൊണ്ട് സുഖിക്കാവില്ലേ, മഞ്ഞളായിട്ട് പെൺമക്കളെ കൊണ്ട് നിങ്ങൾക്ക് ഹലാലായ രീതിയിൽ നിങ്ങൾക്ക് സുഖിക്കാവില്ലേ, എന്തെങ്കിലും മോശമായ പ്രവൃത്തിയൊക്കെ ചെയ്തേന്ന് ചെന്ന് ലൂത്ത് നബി അലൈഹി സ്വലാം അങ്ങനെ ഉപദേശിച്ചത്. അലൈസ മിൻകും റജുലുൻ റഷീദ്, നല്ല ബുദ്ധിയുള്ള ഒരാളെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ വേണ്ടേറ്റായിട്ടിട്ട് മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാം കേട്ട്. പക്ഷെ അങ്ങ് മലക്കുങ്ങായിട്ടിട്ട് അങ്ങനെ തുടങ്ങുന്ന നിങ്ങളെ കൊണ്ടായില്ല. അപ്പോൾ മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാം വിട്ട് അങ്ങ് ചൊന്നാറ്, മലക്കുങ്ങ ചൊന്നാറ്, നിങ്ങ ജാവു റായപുറം ഇവിടെ പോകണം, നിങ്ങൾ പോകണം, നിങ്ങളെ കൊണ്ട് വിശ്വസിച്ചങ്ങും പോകണം. അങ്ങനെ സുബൈനാറാമത്ത് ഒരു ഘോര ശബ്ദമുണ്ടായിട്ട് മാത്രമല്ല അങ്ങനെ റായത്തെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല കീഴ്മേലാക്കി മറിച്ചിട്ട് റായത്തത്ര ഇളക്കിയെടുത്ത് അതിലെ മേൽഭാഗത്ത് കൊണ്ടുപോയി അതിലെ തിരിച്ച് ഇരെ കീഴിട്ട് മാത്രമല്ല നല്ല ചൂടുള്ള കല്ലങ്ങനെ ഇട്ടിട്ടായിട്ട് അങ്ങനെ നശിപ്പിച്ചു. അങ്ങനെ എന്താക്കിയേ ഈ റായത്തെ ഇലക്കിയെടുത്തിട്ട് അതിൽ മറിച്ചിട്ടിട്ട് മാത്രമല്ല ഈ റായത്തെ പുറത്ത് പോയി ഞങ്ങൾക്ക് ചുട്ട ഇഷ്ടിക കല്ല് കൊണ്ട് എറിഞ്ഞിട്ടായിട്ട് അങ്ങനെ നശിപ്പിച്ച്.
ലൂത്ത് നബി അലൈഹി സ്വലാമിടെ ടീച്ചർ തിരിഞ്ഞു നോക്കാണ്ട് റായ വിട്ടു പോകണം. അങ്ങനെ എല്ലാവരും പോയാൽ, പക്ഷെ ഈ പെഞ്ഞായും പോയിന്നല്ല. ഓലോ ഈ ശബ്ദം കേൾക്കുമ്പോൾ തിരിഞ്ഞു നോക്കിയാൽ ആ ശിക്ഷയിൽ ഓലും ഉൾപ്പെട്ടത്, ആര് ഭാര്യയും ഉൾപ്പെട്ടത്. ഇന്നിപ്പോൾ ആ പ്രദേശം ഏത് ഈ അലക്കിയടുത്ത് ഏരിയ പ്രദേശം ഉണ്ടല്ലേ, ഇന്നിപ്പോൾ ചാവുക്കടലിൻ്റെ വടക്ക് മൂലയിലായിട്ട് ആ പ്രദേശം ഉള്ളേ. ചാവുക്കടലിൻ്റെ അടിയിൽ പല കാലത്ത് അത് കടലിൻ്റെ അടിയിലുള്ള ബേലികയിന്ത് ചൊന്നെങ്കിൽ ഈ ഇലക്കിയെടുത്ത പ്രദേശം ഉണ്ടല്ലേ, അത് അങ്ങനെ മെയിൻത്ത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ അതിങ്ങനെ പുറത്തേക്ക് ഇൻത്തുണ്ടായിട്ടിരിക്കണേ. അത് അള്ളാഹുടെ ശിക്ഷ ഇറങ്ങിയ ഏരിയ. അപ്പം അടിഭാഗത്ത് ഇലക്കി എടുത്തിട്ട് മറിച്ചിട്ടല്ല, അപ്പം അടിയുടെ ഇതായിട്ട് എവിടെക്കിന്നെ മേലിക്കിന്നെ. അപ്പം ആ പ്രദേശം ഇന്നിപ്പോൾ അത് കടലിൻ്റെ അടിയിലായിട്ടുണ്ടായിട്ടില്ല. അല്ല ഇന്നിപ്പോൾ ഈ ചാവ് കടൽ ചൊല്ലൂല്ലേ, അവിടെ എത്ര മുങ്ങിയെടുക്കാൻ അടിക്ക് പോകണ്ടില്ല എന്ന് ചൊല്ലും. അപ്പം അതിലെ ഈ വടക്ക് ഭാഗത്തുള്ള ആ മൂലയിലായിട്ടിരിക്കുന്നത് ഇൻ്റെ ആ പ്രദേശമുള്ളത് അള്ളാഹു താല ആ കാഫിരിങ്ങളെ നശിപ്പിച്ച. അപ്പം ലൂത്ത് നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സഹോദരയുടെ മോനായിട്ടിരിക്കുന്നത് മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാം. സൂറത്തുൽ അഹ്റാഫിൽ, അതുപോലെ സൂറത്തു ഹൂദിലല്ല ചൊന്നത്, സൂറത്തുൽ അഹ്റാഫിൽ ചൊന്നത് വലൂതൻ ഇദ് ഖാല ലിഖൗമിഹി അതഅതൂനൽ ഫാഹിഷത മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ. ലോകത്ത് ആരും ആക്കാത്ത ഈ നീച്ച സ്വരത്തെ നിങ്ങൾ ആക്കണേമാ. ഇന്നകും ലതഅതൂന الرجال شهوة من دون النساء ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ. നിങ്ങളെ വികാരത്തെ നിങ്ങൾ ആൺമക്കളെ കൊണ്ട് നിങ്ങൾ തീർക്കിടർ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഇണയായി സൃഷ്ടിച്ചത് ഒരു പെണ്ണിടായിട്ടിക്കല്, നിക്കായി മഞ്ഞളായി ആ സ്വീകരിക്കുമായിട്ടിക്കല്. വമാ കാന ജവാബ ഖൗമിഹി ഇല്ലാ അൻ ഖാലു അഖ്രിജൂഹും മിൻ ഖറിയതികും ഇന്നഹും ഉനാസുൻ യതതഹറൂൻ. അപ്പൊ അങ്ങനെ ചൊന്നത് എന്താ തോന്നുന്ന, അങ്ങനെ നല്ല ശുദ്ധന്മാർ അങ്ങനെ റായത്തെ പുറത്താക്കോ എന്നായിട്ടിട്ട് ചൊന്നത്. ലൂത്ത് നബിയെ കൊണ്ട് വിശ്വസിച്ച ആളുമാരെയും ആ ഒട്ടു കൂട്ടുകാരെയും അങ്ങനെ രക്ഷപ്പെടുത്തിയ പെഞ്ഞായിട്ട് വിട്ടിട്ടു. അവൾ അങ്ങക്ക് സപ്പോർട്ട് ചെയ്യുന്ന കാഫിറായിട്ട് നടക്കും. അങ്കത തീമല വർഷിച്ചിട്ട് അങ്ങനെ ആക്കിപത്ത് എന്തായിട്ട് അങ്ങനെ അവസാനം എഞ്ചായിട്ട് എന്ന് നോക്കൂ. ഹൂദ് സൂറത്തിൽ ചന്ദ്രന് വലഖദ് ജാഅത് റുസുലുനാ ഇബ്രാഹീമ ബിൽ ബുശ്റാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഫലസ്തീനിലേക്കുമ്പോൾ ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ സഹോദരന്റെ മോനായ ലൂത്ത് നബിയുടെ മൂത്തഫിക്കാത്ത് കിടത്തെ. അപ്പം ആ മൂത്തഫിക്കാത്തക്ക് പോകേണ്ട മലക്കുങ്ങ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ മുട്ട വന്ന നടത്തുന്നില്ല. ജിബ്രീൽ അലൈഹി സ്വലാം, അതുപോലെ മീകായിൽ അലൈഹി സ്വലാം, ഇസ്രാഫീൽ അലൈഹി സ്വലാം അല്ലെ, ആരെ മുട്ട വന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ ഒത്തു വന്നത്. മലകുന്നത് ഖാലു സലാമൻ ഖാല സലാം ഫമാ ലബിഥ അൻ ജാഅ ബിഇജ്ലിൻ ഹനീദ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ ഒത്തു നൂണ്ടത്തെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ബിരുന്ദർ വന്നാറല്ലേ ചൊന്നങ്ങനെ ദപ്പാട്ടിത്ത് അപ്പുറത്ത് പോയിട്ട് ഒരു പയ്യിൽ അറുത്തിട്ട് അതിനെ ചുട്ട് അവിടെ കൊടന്നിട്ട് ഇങ്ങനെ എതിർത്ത് വെച്ച്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആറ് എന്തിരെ ഏതെന്ന് കേൾക്കണേക്കുമ്പോൾ സൽക്കരിക്കരുത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വലിയ മുന്നാൾ അതിഥി സൽക്കാർ ഒരു റൗത്തക്ക് ബന്നാല് ഞങ്ങൾ സൽക്കരിക്കട്ടെ എന്നുള്ളത് അത് വലിയൊരു വിഷയമായിട്ടിട്ട്, നല്ലൊരു സ്വഭാവമായിട്ടിട്ട്, നല്ല ഗുണമായിട്ടിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൽ അത് ഈ മുന്നോലുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇന്ന വലിയൊരു ഗുണത് അത് വന്ന ആളുമാർ സൽക്കരിക്കുക എന്നുള്ളത്. ഇങ്ങനെ ഈ മലക്കുകൾ എതിരിലായിട്ട് മലക്കുകൾ മനുഷ്യരുടെ രൂപത്തിലൂടെയും വന്നത്. അപ്പോൾ എന്തായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പൈടെ ചുറ്റു കടന്നു വെച്ചിട്ടാകും ഈ മലക്കുങ്ങ ഇതിൽ തിന്നിടാറാ. മലക്കുങ്ങ തിന്നില്ലല്ലേ, തിന്നില്ല, കുടിക്കില്ല. അപ്പം ഇങ്ങനെ കൈ ഇതിരെ മുട്ട പോണ്ടേയില്ല. വാവുജസമിൻഹും ഖീഫ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിടിച്ച് തിന്നു പോകും ഇങ്ങനെ. قالوا لا تخف إنا أرسلنا إلى قوم لوط. അങ്ങനെ ചൊന്നത് നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ മലക്കുങ്ങായിട്ടിക്കട് ലൂത്ത് നബിയുടെ മുട്ട പോണ്ടെങ്ങാണ്ട്. ലൂത്ത് നബിയുടെ ആ റായത്തുക്ക് ഞങ്ങളെ കടത്തിനെ ഞങ്ങൾ അവിടെ പോണ്ടെങ്ങ ജസ്റ്റ് ഇവിടെ ഒന്ന് വന്നു പോണ്ടേ. എന്താ وامرأته قائمة فضحكت فبشرناها بإسحاق ومن وراء إسحاق يعقوب. ലൂത്ത് നബി ഇബ്രാഹിം നബി അലൈഹി സ്വലാം സന്തോഷ വാർത്ത ചൊല്ലൊക്കെ വന്നത്. ലൂത്ത് നബിയുടെ കൗമിനെ ശിക്ഷിക്കോ പോണ്ട ഈ മലക്കുങ്ങ
ഇബ്രാഹിം നബി അലൈഹി സ്വലാമുക്ക് വന്നത് ഒരു ഗുഡ് ന്യൂസ് ചൊല്ലും. എന്തരെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുക്ക് 91 വയസ്സ് പ്രായമായപ്പോഴും മക്കളില്ല. പിന്നെ ആയിട്ട് അള്ളാഹു മക്കളെ കൊടുക്കട്ടെ. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുക്ക് ഇങ്ങനെ സന്തോഷ വാർത്ത അറിയിക്കുവാനായിട്ട് ചൊന്നത് ഏനെ നിങ്ങൾക്ക് ഒരു കിടാവ് ഉണ്ടാവുക പോകുന്നു. ഇബ്രാഹിം നബിക്കും ഇസ്മായിൽ നബിക്കും ഇബ്രാഹിം നബിയുടെ പെഞ്ഞായിട്ട് ആദ്യത്തെ പെഞ്ഞായിട്ട് സാറാ ബീവി. സാറാ ബീവിക്കും മക്കളുണ്ടായിട്ടില്ല, പെത്തിട്ടില്ല. സാറാബിയുടെ അടിമയായ ഹാജർ റളിയല്ലാഹുവിന്റെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുക്ക് കൊടുത്ത വിഷയമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചൊന്നത്. അതിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമുക്ക് ഒരു മോനിന്ത് അത് ഇസ്മായിലായിട്ട്. അപ്പൊ ഈ സാറാ ബീവിയിൽ നിന്ന് ഒരു കിടാവ് ഉണ്ടാവുകൊണ്ടുള്ള സന്തോഷ വാർത്ത ചൊല്ലുവാനായിട്ട് വന്നത്. അങ്ങനത്തെ സാറാബിയുടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ പെഞ്ഞായ സാറാ ബീവി അവിടെ നിന്ന് അങ്ങ് ചൊല്ലാന് നിങ്ങൾക്ക് ഇസ്ഹാഖ് ചൊല്ലു മോനുണ്ടാവുള്ളൂ. വയാക്കൂബ ഇസ്ഹാഖ് നബി ഒമിൻ വറായി ഇസ്ഹാഖ് യാക്കൂബ്, ഇസ്ഹാഖ് നബിയുടെ മോനായിട്ട് യാക്കൂബ് നബി. അങ്ങനെ ഒരു സന്താനത്തിന് അങ്ങ് തണ്ടത് സന്തോഷം അറിയിക്കുവാനായിട്ട് വന്നത്. കാലത്തിയ വൈലത്ത അലിതു. അപ്പൊ അയിമ കേക്കടേ സാറാബി കേക്കടേ ನಾನು ಪೆರ್ರಮ ವಾನ ಅಜೂಜುನ್ ನಾನು ನಕ್ಕ ಬಯಸಾಯ್ತು ನಾ ಕೇಳ್ತಿಯೇಳಿ ವಹಾದ ಬಾಯ್ಲಿ ಶೇಖನ್ ಇನ್ನ ಹಾದ ಲಶೀഉನ್ ಅಜೀಬ್. ഇബ്രാഹിം നബിക്ക് എൻ്റെ മാപ്പിളക്കും വയസ്സായിരുന്നു, നക്കും വയസ്സായിരുന്നു. ഇത് ഒരു അത്ഭുതമല്ലേ? മാദിയാർ സാറാ ബീബി റളിയല്ലാഹു അൻഹ ചൊല്ലുന്നു. ഖാലു അതഅജബീന മിൻ അംരില്ലാഹ്. അല്ലാഹുവിന്റെ കൽപ്പന നിങ്ങൾ അത്ഭുതപ്പെട്ടവ. റഹ്മത്തുള്ളാഹി വബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത് ഇന്നഹു ഹമീദും മജീദ്. അള്ളാഹുടെ റഹ്മത്തും ബറക്കത്തും നിങ്ങൾക്ക് കൈക്കട്ട്. അള്ളാഹു ഹമീദായിട്ടിക്കട മജീദായിട്ടിക്കട. അങ്ങനെ ഒരു സന്തോഷ വാർത്ത ആറ് കൊടുത്തുകൊണ്ടത് സാറാ ബീക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാം കൊടുത്തുകൊണ്ട്. അപ്പൊ ഇസ്മായിൽ നബി അലൈഹി സ്വലാം ജനിച്ചിട്ട് 14 വർഷം കഴിഞ്ഞാൽ പിന്നെ ആയിട്ട് ആറ് ജനിക്കരുത്, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം ജനിക്കരുത്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ ലൂത്ത് നബിയുടെ കൗമിന്റെ ശിക്ഷിക്കുക പോണ്ടെങ്ക ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ ഔത്തു പണ്ട് വന്നിട്ട് ഈ സന്തോഷ വാർത്ത ചൊന്നിട്ട് ഞാൻ അവിടേക്ക് പോണ്ടേ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ കഥ فلما ذهب إبراهيم الروع وجاءته البشرى يجادلنا في قوم لوط. അപ്പൊ ലൂത്ത് നബി അലൈഹി സ്വലാമുടെ കൗമിന്റെ വിഷയത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പലക്കറിയാനിട്ട് അതിൽ ശിക്ഷിച്ചാൽ കൊല്ലിടമ നശിപ്പിക്കണമ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കേൾക്കല്. ഇന്ന ഇബ്രാഹിം അല ഹലീമുൻ അവ്വാഉം മുനീബ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം നല്ല സമാധാനം, അള്ളാഹുടെ കൊല്ല വല്ലാത്ത മടങ്ങിടാലായിട്ട്. ഇപ്പൊ നൂഹ് നബി അലൈഹി സ്വലാം എത്രയോ വർഷം വിശ്വസിച്ച് ദീനിൽ വിളിച്ച് 950 വർഷം 950 വർഷം വിളിച്ചിട്ട് അങ്ങ് പറയാണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് അള്ളാഹു ചെന്നില്ല, എന്നാരും വിശ്വസിക്കില്ല. അപ്പൊ ഈ നൂഹ് നബി അലൈഹി സ്വലാം ദ്വാരുന്നില്ല, ഒറ്റ ഒരു കാഫിറുടെ ബാക്കി വെക്കണ്ടാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനെയല്ല, ഒരു സമാധാനിയായിട്ടിരിക്കട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വേണ്ട ശിക്ഷിക്കല്, അങ്ങ് നല്ല അവിടെ നോക്കുക, ആ ഒരു നിലക്കായിട്ടിരിക്കല് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ പോകും. يا إبراهيم أعرض عن هذا إنه قد جاء أمر ربك وإنهم آتيهم عذاب غير مردود. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ചൊല്ലാറ് അത് അള്ളാഹുടെ തീരുമാനമായിട്ട് അങ്ങനെ ശിക്ഷിക്കൊണ്ട്. ولما جاءت رسلنا لوطا سيء بهم وضاق بهم ذرعا وقال هذا يوم عصيب. ലൂത്ത് നബി അലൈഹി സ്വലാമിന് മുട്ട ഇങ്ങ പോയർ നല്ല ഭംഗിയുള്ള ആൺമക്കളെ രൂപത്തിലായിട്ട് കിടക്കുന്നത്. അപ്പൊ ലൂത്ത് നബി അലൈഹി സ്വലാമത്തിൽ കഷ്ടായിട്ട് അവിടെ ചൊന്ന് ഇങ്ങ ആൺമക്കളെ കണ്ട ഇങ്ങ വിടില്ല. وجاءه قومه يهرعون إليهم ومن قبل كانوا يعملون السيئات. അതാ ആ കാഫിരിങ്ങ ഓടി വന്നാൽ ഈക്ക് മുന്നിൽ ഇങ്ങനത്തെ ബടക്ക് സാറാക്കിടണം. قال يا قوم هؤلاء بناتي هن أطهر لكم. എൻ്റെ പെൺമക്കുള്ളർ അങ്ങനെ ഞാൻ മഞ്ഞളാക്കി തന്നെ, പക്ഷേ ഇങ്ങനെ ഇങ്ങനെ തൊടണ്ട, എൻ്റെ ഒത്തു വന്ന് വിരുദ്ധരൻ ഇങ്ങനെ ഉപദ്രാക്കണ്ട. ഫത്തഖുല്ലാഹ വലാ തുഖ്സൂനി ഫീ ളൈഫി അലൈസ മിൻകും റജുലുർ റഷീദ്. ഈ എൻ്റെ ഒത്തു വന്ന് വിരുദ്ധരെ നിങ്ങ ഇതാക്കണ്ട, അങ്ങനെ നാണ് കെടുത്തണ്ട, അങ്ങനെ എതിരിൽ ബെടക്കാക്കണ്ട. നിങ്ങൾക്കൊരു എന്താക്കണേ, നിങ്ങളെ കൂട്ടത്തിൽ നിങ്ങൾക്കൊരു ബുദ്ധി ചൊല്ലേക്കത്ത് ഒരാളില്ലേ കേൾക്കണേ. അങ്ങ് ചൊല്ലേ പെൺമക്കളിൽ ഞങ്ങൾക്ക് എന്തും വേണ്ട, നിനക്ക് കൊഞ്ചില്ലേ. ഞങ്ങൾ എന്തിനാ ഉദ്ദേശിച്ചില്ലേ, എനിക്ക് കൊഞ്ചില്ലേ.
قال لو أن لي بكم قوة أو آوي إلى ركن شديد. അപ്പോൾ ലൂത്ത് നബി അലൈഹി സ്വലാം ചെന്നു പോയിട്ട് നക്കു ചെന്ന് ലൂത്ത് നബി അലൈഹി സ്വലാം ആ റായത്തേക്ക് പോയില്ലേ, ആ റായത്തെ ആളല്ല. നക്ക അങ്ങനത്തെ ഒരു ശക്തി എന്തിനെങ്കിലോ അല്ലെങ്കിൽ നക്ക് ഒരു അങ്ങനത്തെ നക്ക് സപ്പോർട്ട് നിൽക്കുന്ന ഒരു ആളെന്തിനെങ്കിൽ എത്ര നല്ലിക്കാന്നിട്ട് ലൂത്ത് നബി അലൈഹി സ്വലാം ചെന്നു പോയിട്ട്. ഹൂദ് നബി അലൈഹി സ്വലാം അതേ റായത്തായിരുന്നു, സ്വാലിഹ് നബി അലൈഹി സ്വലാം അതേ റായത്തായിരുന്നു. അപ്പൊ സാധാരണ അങ്ങനെ ആയിട്ടിക്കട്. പക്ഷെ ലൂത്ത് നബി അലൈഹി സ്വലാമിയുടെ അള്ളാഹു ആ റായത്തേക്ക് റസൂലായിട്ട് കിടത്തിയത്. ഖാലു യാ ലൂത്ത് ഇന്നാ റസൂലു റബ്ബിക്. അപ്പൊ മലക്കുങ്ങ ചെന്നാറ് ഞങ്ങൾ അള്ളാഹുടെ ദൂതന്മാരായിട്ടാണ് നിൽക്കുന്നത്, മലക്കുങ്ങായിട്ടിക്കട. ലൻ യസുലു ഇലൈക്ക്, നിങ്ങൾക്ക് എന്താ നിങ്ങളെ ഉപദ്രാക്കാൻ സാധ്യമല്ല. ഫഅസ്രി ബി അഹ്ലിക ബിഖത്ഇൻ മിനൽ ലൈൽ, ഒരു ജാവത്തിൽ കലിയുമ്പോൾ നിങ്ങൾ എന്താ പൊറു. വലാ യൽതഫിതു മിൻകും അഹദുൻ, ആരും പിറവ് തിരിഞ്ഞു നോക്കത്തീര നിങ്ങൾ റായപ്പെടണം. ഇല്ല ഇംറഅതക ഇന്നഹു മുസീബുഹാ മാ അസ്വാബു, പക്ഷേ നിങ്ങളെ പെഞ്ഞയുള്ളത് അവൾ മൂമിനത്തല്ല, അവർക്ക് വരേണ്ട ശിക്ഷ അവൾക്ക് വരും. ഇന്ന മൗഇദഹും സുബു അലൈസ സുബു ബിഖരീബ്, ശിക്ഷ വേണ്ട സമയ സുബൈ ഞാറായിട്ടിക്കട്, സുബൈക്ക് തെല്ലല്ലേ ചൊമ്മെന്തില്ലല്ലേ നിങ്ങൾ റായപ്പെടണം. فلما جاء أمرنا جعلنا عاليها سافلها. ഞങ്ങളെ അദാബ് പറയുമ്പോൾ അങ്ങനെ എന്താക്കുക, അങ്ങനെ റായത്തെ അടിഭാഗത്തെ മേൽഭാഗമാക്കിയ ചെന്നെങ്കിൽ അടിയത്ര ആ ഏരിയ അത്ര ഇലക്കിയെടുത്ത് കൗത്തിട്ടിട്ടതായിട്ട്. വാംതറനാലയ ഹിജാറത്തം മിൻ സിജ്ജീലിൻ മൻദൂദ്, അതാ ചുട്ട ഇഷ്ടിക കല്ലങ്ങക്ക് അല്ലാഹു തആല ഇട്ട് കൊടുത്ത് അങ്ങനെ ആയിട്ട് നസീബ്. മുസവ്വമതൻ ഇൻദ റബ്ബിക വമാ ഹിയ മിനൽ ളാലിമീന ബഈദ്. അതൊന്നും ചുമ ദൂരത്തെ എറിയുന്നതല്ല, ഫലസ്തീനിലുള്ള റായ. അപ്പൊ ഈ മക്ക മുശ്രിക്കിങ് നബിത്തങ്ങൾ ഖുർആൻ ഓതി കൊടുക്കലല്ലേ. അപ്പൊ ഇത് ചുമ ദൂരത്തെ റായ എന്തോ അല്ല, നീ ഗൊന്തുള്ളതേ ഏരിയ അള്ളാഹുടെ റസൂൽ വന്ന് ധിക്കരിച്ചിട്ടാണ് അങ്കുണ്ടായത് എന്ന് ഖുർആനിൽ അള്ളാഹു താല ഓതി കൊടുക്കല. ആർക്ക്? മക്കത്തെ മുശ്രിക്കിങ്ങൾ നബിനെ വിരോധിച്ചവൻ ധിക്കരിച്ചങ്ങല്ലേ. അപ്പൊ അങ്ങക്ക് ചുമ കൊടുക്കരുത്. അപ്പൊ അങ്ങക്കത് ഗൊന്തു അങ്ങാ ഏരിയങ്ങളെ കണ്ടങ്ങാണ്ടിട്ട്. അപ്പോൾ മഹാനായ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ഒട്ട് വിശ്വസിച്ചാലുമാർ ആ റായത്തിൽ നിന്നും പുറത്തായർ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ സമൂഹത്തെ ശിക്ഷിച്ച നശിപ്പിച്ച. അപ്പം അള്ളാഹുടെ അദാബൊക്കെ ഇറങ്ങി അങ്ങ് നശിഞ്ഞു പോയായിരുന്നു. മഹാനായ ലൂത്ത് നബി അലൈഹി ഇസ്ലാം ഖുർആന്റെ പല ഭാഗങ്ങളായിട്ട് അങ്ങനെ ചരിത്രം ലൂത്ത് നബി അലൈഹി ഇസ്ലാമിയുടെ വിഷയിച്ചു. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നബി ഇന്നത്തെ ക്ലാസ്സിൽ വിവരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.